നമസ്കാരം. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം സെമി ലൈനപ്പായി ഫിഫ റാങ്കിങ്ങിൽ 1, 2, 3, 4 റാങ്കുകളിൽ നിൽക്കുന്ന, അതായത് മുൻനിര ടീമുകൾ തന്നെയാണ് ഇത്തവണ സെമി ലൈനപ്പിൽ എത്തിയിട്ടുള്ളത്. ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ സ്പെയിൻ. ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ് ഈ സെമി ലൈനപ്പിൽ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ആദ്യ സെമി നടക്കുകയാണ്. അവസാന ടീം ആരാകും, ലോകകപ്പ് നേടുന്ന ടീം ആരാകും എന്നത് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ലൈനപ്പാണ് വന്നിട്ടുള്ളത്. കരുത്തരുടെ ഒരു പോരാട്ടം തന്നെയാണ് ലോകകപ്പിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലോകകപ്പായിരുന്നു ഇത്തവണത്തേത്. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ലോകകപ്പ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത 3 രാജ്യങ്ങളിൽ നടക്കുന്ന ലോകകപ്പ് എന്തായാലും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ആവേശത്തിലാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരൊക്കെ. എന്തായാലും ഈ സെമി ലൈനപ്പ് നോക്കിയിട്ട് നമുക്കൊരു വിജയ സാധ്യത ആരാണെന്ന് പറയാൻ കഴിയില്ല ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ എന്തായാലും എന്നോടൊപ്പം ഈ ലോകകപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിൽ കൂടി ഈ ഒരു വിശകലനം എന്തായിരിക്കും, ഈ ലോകകപ്പിൻ്റെ സമാപ്തി, ആര് കിരീടം നേടും എന്നതൊക്കെ സംബന്ധിച്ച് ചെറിയൊരു വിശകലനം നമ്മൾ നടത്തുകയാണ്. എന്നോടൊപ്പം ഉള്ളത് പഴയകാല ഫുട്ബോൾ കളിക്കാരനും അതുപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് സെയ്ഫു മാട്ടറ, അതുപോലെ തന്നെ എം ബഷീർക്ക, ബിജുമോൻ പന്തീരകുലവും ഉണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ബിജുമോൻ പന്തീരകുലവും ഉണ്ട്. അപ്പോൾ ലോകകപ്പിൻ്റെ മത്സരങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം, മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ? എന്തായിരുന്നു പൊതുവെ എല്ലാ മത്സരങ്ങളും കാണാൻ പറ്റിയ? എല്ലാ കളിയും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 1978 മുതലുള്ള എല്ലാ വേൾഡ് കപ്പും ടി വിയിലൂടെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യത്തിൻ്റെ ഒരു പ്രത്യേകത, കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്നു. 40 ടീമുകൾ പങ്കെടുത്തു. ഇത് അടുത്ത പ്രാവശ്യം 60 ആക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും 4 വർഷം സമയമുണ്ടല്ലോ. ഈ അവസാന 4 ടീമുകളും ഒന്നിനൊന്നും മികച്ച ടീമുകളാണ്. ഇപ്പോൾ എല്ലാവരും ലോകകപ്പ് നേടിയിട്ടുള്ള ടീമുകളാണ്. അതിൽ ഇംഗ്ലണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 66-ലാണ് ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ കപ്പ് നേടുന്നത്. അർജന്റീന ഞാൻ കളി കണ്ട് തുടങ്ങുന്ന 1978 അവരുടെ അവിടെ വെച്ച് നടന്ന ടൂർണമെൻറ്റിലാണ് അവർ ആദ്യമായിട്ട് വേൾഡ് കപ്പ് എടുക്കുന്നത്. പിന്നെ മറഡോണയുടെ ഉദയത്തോടെ 86-ൽ ലോകകപ്പ് കിട്ടി. ഇപ്പോൾ 22-ൽ കിട്ടി. ഇപ്രാവശ്യം അവർ അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഒന്നും പ്രവചിക്കാൻ വയ്യ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യം, 4 ടീമും സ്ട്രോങ് ആണ്. അതിൽ ഫ്രാൻസാണ് ഒന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 4 ടീമിൽ ഏറ്റവും നല്ല കളിക്കുന്ന ആൾക്കാർ ഫ്രാൻസാണ്, പ്രത്യേകിച്ച് എംബാപ്പേൻ്റെ ടീം. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന സെമി ഫൈനലിൽ ഒരു കരുത്തുറ്റ പോരാട്ടം. അവർ ശരിയായ പോരാളികളാണ്, പിന്നെ ബദ്ധവൈരികളുമാണ്. കാരണം അർജന്റീനയായിട്ട് ഒരുപാട് കാലത്തെ ആ വൈരം നിലനിൽക്കുന്ന 2 ടീമുകളാണ് അവർ രണ്ടും. അപ്പോൾ എങ്ങനെയും വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. വിജയിക്കാൻ വേണം എന്നുള്ളതാണ്. 2 ടീമുകൾക്കും വിജയിക്കണം. അതെ, 2 ടീമുകൾക്കും വിജയിക്കണം. കാരണം ഇപ്പുറത്ത് ഇംഗ്ലണ്ടിലും നല്ല നല്ല കളിക്കാരുണ്ട്, സ്പെയിനിലും നല്ല കളിക്കാരാണ്. അപ്പോൾ അത് ഒരു പ്രവചിക്കലൊരു പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്, 4 ടീമും ഒരേ ഇതിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും നല്ല മത്സരങ്ങളായിരിക്കും സെമിയും ഫൈനലും എന്നുള്ളതിന് സംശയമില്ല. ഈവൻ 3-ാം സ്ഥാനത്തേക്കുള്ള കളി പോലും ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ നടന്ന ഓരോ കളിയും ഒരു ഫൈനൽ മാച്ച് കാണുന്ന കുറേ ചെറിയ ടീമുകളൊക്കെ. അതെ അതെ, അവരൊക്കെ നമ്മൾ കേപ്പവർദ്ധന, അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ടീം, അങ്ങനെ കുറേ ടീമുകൾ. കേപ്പവർദ്ധയൊന്നും ആരും ഈ 40 ടീമൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യ തുടക്കത്തിലുള്ള മത്സരങ്ങളൊക്കെ ഒരു ശരാശരി മത്സരങ്ങളാവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അവർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എല്ലാവരും വളരെ നല്ല കളിക്കാരും. കേപ്പവർദ്ധ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സംസാര വിഷയമായിട്ടുള്ള ഒരു ടീമാണ് കേപ്പവർദ്ധ, പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പർ. അതുപോലെ ഇത്തവണ വന്ന ആരും എഴുതി തള്ളാൻ പറ്റിയ 48 ടീമാണെങ്കിലും ഒരു ടീമും മോശം എന്ന് പറയാൻ കളിച്ചിട്ടില്ല. ഈജിപ്റ്റ്, തുർക്കി, അങ്ങനെ നോക്കി എല്ലാ ഏഷ്യയിൽ നിന്ന് വന്ന എല്ലാ ടീമുകളും, അതുപോലെ മറ്റേ ജപ്പാനാണെങ്കിലും കൊറിയ ആണെങ്കിലും എല്ലാം നല്ല നല്ല ഒന്നിനൊന്ന് മികച്ച ടീമുകളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവചനം സാധ്യമല്ല. നമുക്ക് നല്ല 4 കളികൾ കാണാം, 3 കളികൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഷീർക,
കളികളൊക്കെ കണ്ടിരുന്നോ? എങ്ങനെയാണ് സെമി ലൈനപ്പും ഫൈനലിൻ്റെ ഒരു സാധ്യതയൊക്കെ നമുക്ക് പറയാൻ കഴിയും? എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഈ സംഘാടന രീതിയായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അപ്പോൾ ഇക്കൊല്ലത്തെ ഫീഫയുടെ ഓർഗനൈസിങ് കമ്മിറ്റി 6 ഭൂഖണ്ഡങ്ങളായി തരംതിരിച്ചു. അതിൽ 16 യൂറോപ്യൻ ടീം, 9 ഏഷ്യന്ന്, 10 ആഫ്രിക്കന്ന്, തെക്കേ അമേരിക്കയിൽ നിന്ന് 6 വടക്കേ അമേരിക്കയിൽ നിന്ന് 3 പിന്നെ ഓഷ്യാനാറുണ്ട്, അതായത് ന്യൂസിലാൻഡ്, അങ്ങനെ 45 ടീമും 48 ആതിഥേയരായ മെക്സിക്കോ, USA, കനഡ, അങ്ങനെ 48 ടീം കൂടി ഇന്നത്തേക്ക് 100 മത്സരം കഴിഞ്ഞു. ടോട്ടൽ 104 മത്സരമാണ് ഫീഫ തീരുമാനിച്ചിരുന്നത്. അത് 100 മത്സരം കഴിഞ്ഞു. ഇനി 4 മത്സരം കൂടിയും ബാക്കിയുണ്ട്. അത് ഇന്നും നാളെയായിട്ട് 2 മത്സരം തീരും. ബാക്കി 2 മത്സരം ലൂസേഴ്സ് ഫൈനലുമാണ്. അപ്പോൾ ഇക്കൊല്ലത്തെ ലോകകപ്പിൻ്റെ പ്രത്യേകത, ലോകത്തിലെ 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 4ാം റാങ്ക് ഈ ടീമുകൾ സെമിയിലും ഫൈനലിലും വന്നു എന്നുള്ളതാണ്. അത് ഫീഫ അത് കാരണം 2008ലും 2022ലും ഒക്കെ പ്രമുഖ ടീമുകളായ ജർമ്മനി, ഇറ്റലി, ബെൽജിയം, സ്പെയിന് എന്നീ ടീമുകൾ ആദ്യം തന്നെ പുറത്തായി. പുറത്തായപ്പോൾ ഒരു പുതിയ രീതിയിൽ, പക്ഷേ ഫീഫ ഇപ്പോഴാണ് ഈ രീതി കണ്ടതെങ്കിൽ 40 കൊല്ലം മുമ്പേ ഞങ്ങളൊക്കെ സെവൻസ് നടത്തുന്ന സമയത്ത് ഈ തന്ത്രം കണ്ടതാണ്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 4 ടീമുകളെ സെമിയിലേക്ക് വന്ന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടാണ് അന്ന് കേരളത്തിലെ ഏറ്റവും നല്ല 2 ടീമുകൾ. അവരെ ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിക്കുന്നു. അത് 40 കൊല്ലം മുമ്പേ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഫീഫ ഇപ്പൊ കണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. അതെ, ഫീഫ അതാണ് ഞങ്ങളാണ് ഈ തന്ത്രം ആദ്യം കണ്ടത്. സെവൻസിലാണ് ഇത് ആദ്യം ഉണ്ടായത്. ഫീഫ അത് കുറി പരീക്ഷിച്ചു. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ഒന്നും പറയാനുള്ളത്, അടുത്ത പ്രാവശ്യം 64 ടീം വരുമെന്നാണ് ഫീഫ പ്രസിഡന്റ് മിഞ്ഞാന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ ഏഷ്യന്ന് 2 ടീമും കൂടി എക്സ്ട്രാ കയറും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം കൂടെ അതിൽ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഒരു ആഹ്ലാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ മത്സരങ്ങളൊക്കെ അതിശക്തമായ മത്സരങ്ങളായിരുന്നു. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത മത്സരങ്ങളായിരുന്നു. ഈ 4 ടീമുകളിലെ ഏറ്റവും മുന്തി നിൽക്കുന്ന ടീം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസ് തന്നെ ഇക്കുറി ട്രോഫി നേടും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഗോൾഡൻ ബൂട്ടിനും ചാൻസ് ഉള്ളത് ഫ്രാൻസിലെ പ്ലെയർക്ക് തന്നെ, എംബാപ്പയ്ക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇതിന് മുമ്പേ 2022 ലോകകപ്പ് വരെ 32 ടീമും 64 മത്സരങ്ങളുമായിരുന്നു. ഇപ്രാവശ്യം 104 മത്സരങ്ങളും 48 ടീമുമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള കാണികൾക്കും ഇത് കണ്ട് ആസ്വദിക്കുന്നവർക്കൊക്കെ വളരെയധികം തൃപ്തികരമായ മത്സരമാണ് ഫീഫ നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സംഘാടനത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ വേൾഡ് കപ്പുകൾ കാണി. ഇപ്പൊ എനിക്കും ഞാൻ ലോകകപ്പ് 94 മുതൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സംഘാടനം കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് ഇപ്രാവശ്യം തോന്നുന്നു. കാരണം ഗ്രൗണ്ടിൽ നമ്മൾ ആ ടീമുകൾ അണിനിരക്കും, അവരെ പതാകകൾ ഗ്രൗണ്ട് മൊത്തം അത് അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രാജ്യങ്ങളിൽ 16 ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടന്നത്. 14 കൺട്രിയിലാണ്. ചില കൺട്രികൾ 1000 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ എന്നാലും ആ മത്സരങ്ങളൊക്കെ വളരെ ഭംഗിയാക്കി നടത്താൻ കഴിഞ്ഞു. കാരണം 16 രാജ്യങ്ങളിൽ ഇത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഫീഫയുടെ ഓർഗനൈസിങ് വളരെ നന്നായി എന്നുള്ളതാണ്. ഈ 16 രാജ്യങ്ങളിലായിട്ടാണ് 104 മത്സരം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ 100 മത്സരം ഫിനിഷ് ചെയ്തു. 16 രാജ്യങ്ങളിൽ, അതായത് കനഡയിലാണെങ്കിൽ ഒരു രാജ്യമാണല്ലോ, കനഡയിലെ ഓരോ സ്റ്റേറ്റുകളിൽ. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ അങ്ങനത്തെ 16 സ്റ്റേറ്റുകളിലാണ്. പക്ഷെ ചില സ്റ്റേറ്റ് 1000 മീതെ കിലോമീറ്റർ ദൂരമുള്ള സ്റ്റേറ്റുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഓർഗനൈസിംഗ് ആണ്. സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വേൾഡ് കപ്പ് 64 ടീമും കൂടി ആയാൽ വളരെ നന്നാവും എന്നുള്ളതാണ്. അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോണത് യൂറോപ്പിലും ആഫ്രിക്കയിലും അർജന്റീന, പരാഗ്വ എന്ന ലാറ്റിൻ അമേരിക്കയിലും കൂടിയിട്ടാണ് 3
ദ്വീപുകൾ അല്ല 3 ഭൂഖണ്ഡങ്ങളിലാണ് അടുത്ത പിന്നെ വേൾഡ് കപ്പ് നടത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയുടെ കൂടെയാണ് അടുത്ത വേൾഡ് കപ്പിനെ നമുക്ക് വരവേൽക്കാം. സ്റ്റേഡിയങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേഡിയം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി. പല സ്റ്റേഡിയങ്ങളും ഇന്ത്യയിലൊക്കെ സ്റ്റേഡിയങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേഡിയം പിന്നെ അതിൻ്റെ 4 ഭാഗത്തുള്ള പിന്നെ ഡെക്കറേഷനും മറ്റ് സ്റ്റേഡിയത്തിലെ ആ ടീം വരുമ്പോഴുള്ള ആ പരിചയപ്പെടുത്തലും ഒക്കെ വളരെയധികം നന്നായിട്ടാണ് ഒക്കെ പോകുന്നത്. കാണികൾക്കെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ഇഷ്ടം തന്നെയായിരുന്നു. ഒരു അതെ, ഒരു വേൾഡ് കപ്പിന്റെ ഇത്ര നല്ലൊരു പിന്നെ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ മാതിരി ലോകത്ത് ഒന്നിനും കഴിയില്ല. അതിൻ്റെ കാണികളായാലും ശരി, അതിൻ്റെ എന്തായാലും ശരി, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഭ്രാന്തന്മാരുള്ളത് ഈ ഫുട്ബോളിലാണ്. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ ഈ ടൂർണമെന്റ് ഫിനിഷായി എന്നുള്ളതാണ്. ഇത്തവണത്തേന് കുറച്ചുകൂടി പ്രത്യേകത ഉണ്ട്. ഈ വാർ മറ്റേ ഇത് നടപ്പാക്കിയതുകൊണ്ട് ചെറിയൊരു പിഴവ് പോലും ക്ലെയിം ചെയ്യാനും അത് തിരിച്ചറിയാനും അതിന് വെച്ച് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഈ വാർ ഉണ്ടായതുകൊണ്ട് വളരെ അത് ഓരോ ഓഫ് പിടിക്കുന്നതൊക്കെ ആർക്കും സംശയം പറയാൻ പറ്റില്ല. കാരണം കള്ളക്കളി നടക്കില്ല. കാരണം വരയിട്ട് സ്കെയിൽ വെച്ച പോലെ കാണിച്ച് തരുന്ന ജനങ്ങൾക്ക്. പിന്നെ ഇത്രയും ലോകത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വാർ ആ ഒരു സിസ്റ്റം വളരെ നല്ലതായിരുന്നു. പിന്നെ അവർക്ക് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇടയിൽ ഒരു ബ്രേക്ക് ബ്രേക്ക് അതൊരു ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ വളരെ നല്ല ഓർഗനൈസേഷൻ. ബിജുവേട്ട ഉണ്ട് നമ്മോടൊപ്പം. ബിജുവേട്ടനും കളിയൊക്കെ കണ്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്. കളിയൊക്കെ പറ്റി രാവിലെ നേരത്തെ വിളിക്കാറുണ്ട്. കളി കണ്ടില്ലെന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആസ്വദിക്കാൻ കഴിഞ്ഞു അപ്രാവശ്യത്തെ വേൾഡ് കപ്പ്? പ്രദീപ് പട്ടാമ്പി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സൈഫുദ്ദീൻ അതുപോലെ ബഷീർക്കി ഒക്കെ പറഞ്ഞത് വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ്. കാര്യം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു മാമാങ്കം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളക്കരയിൽ ആകെ ഉയർന്ന ഫ്ലക്സുകളുടെ എണ്ണം എടുത്ത് നോക്കൂ നിങ്ങൾ. ഇത്ര ലോകത്തുണ്ടോയെന്ന് തന്നെ സംശയമാണ്. ലോകത്ത് ആകമാനം നോക്കിയിരുന്നത് ഇപ്പോൾ മെസ്സി പോലും നോക്കിയിരുന്നത് കേരളത്തെ എന്നാണ് പറയുന്നത്. കിളിയൻ എംബാപ്പയെ നോക്കുന്നത് കേരളത്തെ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ യമാലിന് 19 വയസ്സുള്ള കുട്ടിക്ക് അയാളും കൂടി നോക്കുന്നത് കേരളത്തെ എന്നാണ് പറയുന്നത്. അങ്ങനെ പെറു എന്ന് പറയുന്ന രാജ്യമുണ്ട് ലോകത്ത് ചെറിയ രാജ്യം. ആ രാജ്യത്ത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുഴുവനെ ഈ ഫുട്ബോളിലെ കളിക്കാരുടെ പേരാത്ര ഇടുന്നത്. ഇപ്പോൾ മെസ്സി അതുപോലെ നെയ്മറാണ് ഏറ്റവും 33,000-ലധികം പേരുകൾ അത്ര ജനിച്ചു വീഴുമ്പോൾ ബഷീർക്ക പേരിട്ടത്. സൈഫുക്ക അതുപോലെ നമ്മുടെ യമാലിന്റെ പേരിട്ടിട്ടുണ്ട്. അതുപോലെ കിളിയൻ എംബാപ്പയുടെ പേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ അങ്ങനെ ഈ കളിക്കാരുടെ മുഴുവൻ പേരിടുന്ന ഒരു സംസ്കാരത്തിന് ഈ ഒരു ലോകകപ്പ് പിന്നെ ഇടയായിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ഡീഗോ മറഡോണ, പെലെ എന്നൊക്കെ പറയുന്ന അത്ഭുത മനുഷ്യന്മാരായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് ഫുട്ബോളിന്റെ മാമാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനോടൊപ്പം ചേരുകയാണ്. ഒരു തരംഗാണ്. തിരമാല പോലെ ആഞ്ഞടിക്കുന്ന ഒരു സാമ്പ്രദായികത ഈ ഫുട്ബോൾ മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ കേരളത്തിലൊക്കെ ആണുങ്ങൾ മാത്രമായിരുന്നു ആസ്വദിച്ചിരുന്നത്. ഇത്തവണ അതൊന്നും ഒരുപാട് മാറ്റം വന്നു. അത് ലേഡീസ് വളരെ ആവേശത്തോടെ ഇപ്പൊ സ്ത്രീകളൊക്കെ എല്ലാവരും അങ്ങനെ പലപ്പോഴും ഇപ്പൊ പ്രദീപ് പട്ടാമിയുടെ ഭാര്യയും കൂടി കാണുന്നു. സൈഫുഖിന്റെ ഭാര്യയും കൂടി കാണുന്നു. നമ്മുടെ ബഷീർ ഖാന്റെ പേരക്കുട്ടികളെ കാണുന്നു. അപ്പൊ അത്രയും വളരെ എല്ലാവരിലെയും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. ആസ്വദിക്കാണ്ട് നോക്കിപ്പോ ഓരോ ഗോളുകളൊക്കെ ഇപ്പൊ നേരത്തെ പണ്ടൊക്കെ ചിലി, കാമറൂൺ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊക്കെ മാറിപ്പോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്തിന്റെ കളി ഗൺഷോട്ടുകളായിരുന്നു. എന്തുമാത്രം തീക്ഷ്ണതയിലാണ് പന്ത് ഗോൾ വലയത്തിനുള്ളിലേക്ക് ചെന്ന് ചാടിയിരുന്നത് കണ്ടില്ലേ ബഷീർ ഖാൻ? അത്ര മനോഹരമായ ഷോട്ടുകൾ. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചെർപ്പളശ്ശേരിയുടെ ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് പിന്നെ ചുക്കാൻ പിടിക്കുന്ന 2 ആളുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ ഒരുപാട് ഇപ്പോൾ ഫുട്ബോൾ അക്കാദമി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അത്തരത്തിലുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെങ്ത് കൂട്ടിയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പിലെ സ്ട്രെങ്ത് കൺട്രീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക, രാജ്യങ്ങളുടെ ശക്തി കൂട്ടുകയാണെങ്കിൽ, എണ്ണം കൂട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കളിക്കാൻ ക്വാളിഫൈ ചെയ്യപ്പെടും. കാരണം ഇന്ത്യയിൽ ഒരുപാട് കളിക്കാരുണ്ട്. ബീജി ബൂട്ടിയ ഉൾപ്പെടെയുള്ളതാണ്. അതെ കാരണം ഒരുപാട് കളിക്കാരുണ്ട്. ഇപ്പൊ ഒരു പ്രത്യേകത 90 മിനിറ്റിൽ കൂടുതലാണ് ക്വാർട്ടർ ഫൈനൽ എല്ലാം നടന്നിരിക്കുന്നത്. എത്ര നിങ്ങൾ നോക്കൂ എന്തുമാത്രം കളിയാണ്. ഇപ്പൊ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ലോകോത്തര ഫുട്ബോളാണ്. ഇത്രയും മാജിക്കൽ ഫുട്ബോളിന്റെ ഒരു ആശാമാര് ഡിഫൻഡർ ഫുട്ബോളിന്റെ അറ്റാക്കിംഗ് ഫുട്ബോളുണ്ട്.
ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പല കളികളും നിങ്ങൾ നോക്കാറില്ലേ പലപ്പോഴും. അപ്പോൾ ഈ കാണികളെ ത്രസിപ്പിക്കുന്ന ത്രില്ല് ചെയ്യുന്ന കളിയാണ്, മാസ്മരികതയാണ്. ഒരു 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 വളയം കൊണ്ട് ഇത്രമാത്രം അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കളി ലോകത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ചെറിയ വലിയ പ്രായമായ ആളുകൾ അതാണ്. ഇപ്പൊ നോക്കൂ, ഭൂലോകം ഉരുണ്ടിട്ടാണ്, പന്ത് ഉരുണ്ടിട്ടാണ്. അപ്പൊ ഭൂലോകത്തിന്റെ വേറൊരു ചെറിയ രൂപം, ആ ഭൂലോകത്തെ തട്ടിക്കളിക്കുന്ന മനുഷ്യർ എന്തുമാത്രം തീക്ഷ്ണതയാണ്. ഞാനൊക്കെ ത്രസിപ്പിക്കുന്നതാണ്. അതെ 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 അതെ. കളികൾ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ അർദ്ധരാത്രിയിലൊക്കെയാണ് കളി കാണുന്നത്. അതെല്ലാം എല്ലാവരും അലാറം വെച്ച് കുട്ടികളും കുടുംബവും ഒക്കെ എഴുന്നേറ്റ് കാണുക. ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ രാത്രി 12:30 അല്ലെങ്കിൽ രാത്രി 1:30 പുലർച്ചെ 3 ഇങ്ങനെയൊക്കെ ഒരു ഗെയിം നമ്മൾ വേറെ ഏതെങ്കിലും ഗെയിം എവിടെയും കാണില്ല. കുട്ടികളൊക്കെ വിളിക്കും, നിങ്ങൾ കളി കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനെ വിളിക്കുകയാണ്, അച്ഛൻ അങ്ങോട്ട് വിളിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഇട്ട് ഞാൻ കണ്ടു. കാരണം എന്താ, കുട്ടി രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ച 3:30 4 മണിക്കോ പഠിക്കാൻ വിളിച്ച എണീക്കില്ല. കളി കാണാൻ ആരും സമ്മർദ്ദമില്ലാതെ നീച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കളി. ഇപ്പൊ നമുക്ക് ഈ ലോകകപ്പിന്റെ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ടത് ഈ ലെജൻസുകളുടെ ഒരു അവസാന വേൾഡ് കപ്പാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് റൊണാൾഡോ, മെസ്സി, നെയ്മർ, ഈ 3 താരങ്ങളുടെ അതെങ്ങനെ നമുക്ക് വിലയിരുത്തണം ഈ ലോകകപ്പിന്റെ ഒരു? അല്ല, അത് ഓരോ കാലഘട്ടത്തിലും അതുപോലെ ഓരോ ലെജൻഡുകൾ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഒരുപാട് പുതിയ കളിക്കാർ വരുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പേര് ഓർത്തു വെക്കാൻ കഴിയുന്നു. ഇപ്പോൾ ധാരാളം കളിക്കാരായതുകൊണ്ട് പലരുടെയും പേര് ഓർത്തു വെക്കാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്ക് ഈ സമയത്ത് പറയാൻ കിട്ടുന്നില്ല പലരും. അങ്ങനെ ഒരുപാട് നല്ല നല്ല കളിക്കാർ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന കളിക്കാർ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് കളിക്കാരുണ്ട്. ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളിലെ കളിക്കാർ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കേപ്പ് വെർദയുടെ ഗോൾ കീപ്പർ ലോകം മുഴുവൻ സംസാര വിഷയമായിട്ട് മുസ്ലിയോ അയാളുടെ ഗോൾ കീപ്പിങ്ങിനെ പറ്റിയിട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത ഒരു വ്യക്തി അദ്ദേഹം തന്നെ. അതെ, അങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ഒരുപാട് പേര് പുതിയ ആളുകളുടെ ഒരു വരവുണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇവർ പോയത് കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. നല്ല നല്ല കളിക്കാർ ഇനിയും വരും. മെസ്സിമാരും നെയ്മർമാരും ഒക്കെ ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തായാലും ആരാധകരുടെ ഇഷ്ട ടീമുകളൊക്കെ തന്നെയാണ് ഫൈനലെത്തിയപ്പോൾ. ഇതിൽ ബ്രസീലും നമുക്ക് പോർച്ചുഗലും മാറ്റി നിർത്തിയാണ്. പിന്നെ ഇതിലെന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജന്റീനക്ക് ഇത്തരം ആരാധകരുണ്ടായത് സത്യം പറയണമെങ്കിൽ ഈ മറഡോണ പറഞ്ഞ ഒരു പ്ലെയർ, ആ പ്ലെയറുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയർ ഇന്നേ വരെ ആ പ്ലെയറുമാതിരി ഒരാൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അയാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഒരു കോമഡിയനും കൂടിയാണ്. അതായത് കാണികളെ പിന്നെ അദ്ദേഹത്തിന് ചിരിപ്പിക്കാൻ കഴിയും. അതുപോലെ അയാൾക്ക് കളിക്കാനും കഴിയും, അയാൾക്ക് ഗോൾ അടിക്കാനും കഴിയും. അതൊരു പ്രത്യേക കഴിവാണ്. ലോകത്ത് മറക്കാൻ പറ്റാത്ത 2 പേരുകളെ ഉണ്ടാവുള്ളൂ. ഒന്ന് പെലെയും ഒന്ന് മറഡോണയും. ബാക്കി ഒരുവിധം ഏറ്റവും നല്ല പ്ലേയേഴ്സായ ബെക്കംബോവറെ ആൾക്കാർ മറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രാൻസിൻ്റെ മിഷൽ പ്ലാറ്റിനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. സിഡാനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഫീഗോനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ല, അതുപോലെ ആവും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള മെസ്സിയും റൊണാൾഡോ ഒക്കെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേറെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ടെലിവിഷൻ ഏറ്റവും സമയത്താണ് ഇവരൊക്കെ ഈ പറയുന്ന പെലെയുടെ മറഡോണിന്റെ കാലത്ത് ഇതൊന്നുമില്ല, കാണാൻ വഴിയില്ല. അതെ, പക്ഷേ അതില് പിന്നെ യാഥാർത്ഥ്യം എന്താ പറഞ്ഞാൽ പെലെക്ക് 3 ലോകകപ്പ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇന്നേ വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇനി അതിനൊരു ചാൻസ് അധികം കിടക്കുന്നത് വയസ്സിൽ എംബാപ്പയ്ക്ക് മാത്രമേ. അതെ, ഈ കൊല്ലം കൂടി എടുത്താൽ 2ആയി. അടുത്ത സീസൺ കൂടി എടുത്തു കഴിഞ്ഞാൽ 3ആയി. പുള്ളിക്ക് വയസ്സും കഴിയില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മെസ്സിയുടെ ഒക്കെ കാലം അല്ല അടുത്ത സീസണിൽ ഉണ്ടാവും എന്നൊക്കെ സംശയകരമായ കാര്യങ്ങളാണ്. പക്ഷെ എന്തായാലും മനസ്സിന്ന് പോകാത്ത കളിയാണ്. അത് നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. അതന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന സെമി ഫൈനലില് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മാച്ച്. അതൊരു വല്ലാത്ത മാച്ചായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം 86-ലാണ് മറഡോണ കൈകൊണ്ട് ഗോളടിക്കുന്നത്, ഇംഗ്ലണ്ടിനെതിരെ ഗോളടിക്കുന്നത്. വിഖ്യാതമായ നൂറ്റാണ്ടിന്റെ ഗോൾ പിറന്നതും ആ മത്സരത്തിൽ തന്നെയാണ്. അപ്പോൾ നാളത്തെ ഈ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനാവും. അത് ഒരു ആവർത്തനാവും. അത് ഏറ്റവും റിവെഞ്ചായിട്ട് അത് കാത്തിക്കുന്നത് ഇംഗ്ലണ്ടാണ്. അർജന്റീന കയ്യിലൊന്നും വരാനില്ല. ഇംഗ്ലണ്ടാണ് അത് കാത്തു നിൽക്കുന്നത്. ഇംഗ്ലണ്ട് ആ റിവെഞ്ച് തീർക്കുന്നുള്ളതാണ് ഈ മൊത്തം വരുന്ന അഭിപ്രായം. കാരണം അവർക്ക് അതൊരു വാശിയും കൂടിയാണ്. കാരണം അത് ആ ഗോളും യഥാർത്ഥ ഗോളല്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ അത് ദൈവത്തിൻ്റെ കൈയായി പോയെങ്കിലും അത് യഥാർത്ഥ ഗോളല്ല എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് പിന്നെ ഇംഗ്ലണ്ട് ഇന്നും നിൽക്കുന്നത്. ഇംഗ്ലണ്ട് ഇന്നും ആ ഗോൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകവീട്ടലും കൂടി ആയിരിക്കും നാളത്തെ എന്നുള്ളതിന് ഒരു സംശയമല്ല. പക്ഷേ അർജന്റീനക്ക് ഒന്നും വരാനില്ല. പക്ഷെ ഇംഗ്ലണ്ട് തോറ്റാൽ ഒരുപാട് നഷ്ടങ്ങളാണ്.
അങ്ങനെയാണ് നാളത്തെ, അതായത് ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിന്റെ ഒരു അഭിപ്രായമുള്ളത്. അത് ഇന്നല്ല, നാളത്തെ മത്സരത്തിൽ അത് പിന്നെ എന്ത് തന്നെയായാലും ആ പഴയ പകരം വീട്ടിൽ ഇംഗ്ലണ്ട് വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പഴയ പകരം വീട്ടണമെന്നാണ് പറയുന്നത്. ഫുട്ബോളാണ്, അതുകൊണ്ടാണ് ഫുട്ബോളാണ്, അതുകൊണ്ട് അതിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്പോർട്സ് ഒരു ലക്കും കൂടിയാണ്, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഭാഗ്യത്തിലൂടെ ജയിച്ച ഈ ലോകകപ്പിലെ 48 ടീമിൽ ഒരൊറ്റ ടീം ഉണ്ടെങ്കിൽ അത് അർജന്റീന മാത്രമേ ഉള്ളൂ. രണ്ട് ഗോളിന് ഡൗൺ ആയിട്ട് 78ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ മടക്കിയിട്ട് ജയിച്ചു കയറുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്വിറ്റ്സർലാൻഡിനോട് കളിച്ച കളി ഭയങ്കര മത്സരമായിരുന്നു. കേപ്പ് വെർദെയോടും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ടീം വേറെ ഒന്നുമില്ല. അതുമാണല്ലോ പറയാം, എല്ലാവർക്കും ടൈറ്റ് മത്സരം. ഇപ്പോഴും കാണികളൊക്കെ പറയുന്നത് അർജന്റീനക്ക് ഭയങ്കര ഭാഗ്യമാണ്. റഫറിങ്ങിനെ കുറിച്ച് പരാതിയുണ്ട്, പ്രത്യേകിച്ച് അർജന്റീനക്കെതിരെ ഭയങ്കര പരാതിയുണ്ട്. അതില് പിന്നെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പിന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഫിഫയുടെ നിയമപ്രകാരം അമ്പയറിനാണ് അവസാനത്തെ അധികാരം. അതിൽ നമ്മൾ ഒരു അഭിപ്രായമില്ല, അന്തിമ തീരുമാനം അമ്പയർ എന്ത് പറയുന്നു അതിനോട് നമ്മളൊക്കെ സപ്പോർട്ട്. പക്ഷെ നമുക്ക് ഉള്ളിൽ വേറെ ചിന്തകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഈ പിന്നെ ഫുട്ബോളിലില്ല. അമ്പയറുടെ അവസാനത്തെ വിസിലിൽ നമ്മൾ ഫ്രാൻസ് തമ്മിലുള്ള അഭിപ്രായം. എനിക്കിപ്പോ നിങ്ങൾ പഴയകാല ഫുട്ബോൾ കളിക്കാരാണല്ലോ, ഈ അർജന്റീനയും ബ്രസീലാണല്ലോ ബദ്ധവൈദ്യകളായിട്ട് അറിയപ്പെടുന്നത്. ശരിക്കും അർജന്റീനയും ബ്രസീലും രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. അതാണ് ആളുകളെ എപ്പോഴും നമ്മൾ കോമ്പറ്റീഷൻ വരുന്ന ഈ രണ്ട് ടീമുകളെയും കമ്പയർ ചെയ്തിട്ടാണ്. അതെ. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താന്ന് പറഞ്ഞ കൂട്ടത്തിൽ, അതായത് ലോകത്തെ ഏറ്റവും ഭ്രാന്തന്മാരുള്ളതും ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഓർഗനൈസ് ചെയ്യണതും ഇംഗ്ലണ്ടിലാണ്. പക്ഷെ ഇംഗ്ലണ്ട് കപ്പ് നേടൽ വളരെ കുറവാണ്. അതെ, കാരണം ഏറ്റവും വലിയ ലീഗ് നടക്കുന്ന പ്രീമിയർ ലീഗാണ്. കോടാനുകോടി സംഖ്യക്ക് പ്ലേയേഴ്സിനെ വരുത്തി പർച്ചേസ് ചെയ്ത് ഏറ്റവും പരസ്യം കിട്ടി നടക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ലീഗ് ഇംഗ്ലണ്ട് പ്രീമിയർ ലീഗ്. അതെ അതെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അവർക്ക് പിന്നെ ബ്രസീലിന്റെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ അല്ലെങ്കിൽ ഇറ്റലിയുടെ ജർമ്മനിയുടെ എന്ന പോലെയൊന്നും ഒരു ട്രോഫി എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം ആ കാര്യത്തിലൊക്കെ കുറച്ച് തന്നെയാണ്. നല്ല രാജ്യമാണ് ഇംഗ്ലണ്ട്, ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ബിജുട്ടാ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കളിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ തവണ ഇപ്പൊ മുൻനിര ടീമുകൾ 1-2 പുറത്തായത് പോർച്ചുഗലും ബ്രസീലും ജർമ്മനി കളി സത്യത്തില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രാജ്യങ്ങളുമായി അവർ പിന്നിൽ പോയി. അതന്നെ അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ബ്രസീലില് നമ്മുടെ നെയ്മർ കളിക്കാൻ പറ്റില്ല, അയാളെ കാലുകൊണ്ട് പരിക്ക് പറ്റിയിട്ട് ഇരിക്കായിരുന്നു, പിന്നെ പോയിട്ടില്ല. റാങ്കിങ്ങിൽ അവർ തന്നെ മുന്നില്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ അവരുടെയൊക്കെ എന്തു ത്രസിപ്പിക്കുന്ന ഗോളടിയുള്ള ആളുകളാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ പ്രദീപ്, ഇപ്പൊ സൈഫുക്കിയും അതുപോലെ ബഷീർക്കിയും പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ഇപ്പൊ അനസും വന്നിട്ടുണ്ട്, ബദറുണ്ട്. ഇവിടെയൊക്കെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് നോക്കൂ, ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം, അവിടെ ഹസൻ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ ഒരു ഗോളുണ്ട്. ആ ഗോളൊക്കെ എന്തുമാത്രം ഗോളായിരുന്നു അറിയും. അതുപോലെ സയ്യിദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഗോളുണ്ട്. ആ ഗോളൊക്കെ പിന്നീട് റദ്ദ് ചെയ്യപ്പെടുകയാണ്. പിന്നെ രണ്ട് മിനിറ്റിനകം വീണ്ടും ഹസൻ ഗോളടിക്കുന്നുണ്ട്. ആ ഗോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുട്ബോൾ പ്രേമികൾക്ക് എന്ത് ആവേശം ഉണ്ടാവുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? റദ്ദ് ചെയ്യപ്പെട്ട ഗോള് ആ ഓഫ് സൈഡാന്ന് പറഞ്ഞ് വിധിച്ചു റഫറി, എന്നിട്ടും പുള്ളി അത് അംഗീകരിച്ചുകൊണ്ട് കളിക്കുകയാണ്. കളിച്ച് ഓടിക്കത് എത്ര ആളുകളെ കവർ ചെയ്തുകൊണ്ട് ആ ഗോൾ അടിച്ചത്. രണ്ട് മിനിറ്റ് കൊണ്ട്. അതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ ഒരു ഇതാണ് സംഗതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കരച്ചിൽ വന്നു സത്യത്തിൽ. നിർഭാഗ്യം. ഞാൻ സത്യത്തിൽ ആ ഗോൾ അടിക്കുമ്പോൾ കരഞ്ഞു എന്നർത്ഥം. ആ ഹസനെയൊക്കെ വിചാരിച്ചിട്ട്. കാര്യം ഹസന്റെ ഗോള് എനിക്ക് ഫുട്ബോൾ പറഞ്ഞാൽ പലപ്പോഴും കണ്ണീര് വീഴും. ഈ ഗോൾ അടിക്കുമ്പോഴേ എന്തുമാത്രം ഇതാണെന്നറിയോ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡുമായിട്ട് കഴിഞ്ഞ ദിവസം അർജന്റീന നടന്ന മത്സരത്തിൽ എംബോള എന്ന കളിക്കാരന്റെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ അഭിനയത്തിന്റെ പേരിൽ. ശരിക്കും അത് ആവശ്യം അത് ശരിക്ക് പിന്നെ ഇപ്പോ പിന്നെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റെഡ് കാർഡ് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ അതിനുള്ള ഫൗൾ ഇല്ലേനു. രണ്ടാമത്തെ മഞ്ഞക്കാർഡാണ്. അതെ അതെ. പക്ഷേ എങ്കിലും ഒരു ഈ അമ്പയറിന് ചില മാനസിക പരിഗണനയും കൂടി നോക്കേണ്ടതുണ്ട്. ഒരു പ്ലെയറുടെ ഭാവി അതൊന്നും നഷ്ടപ്പെടും. അത് ആ പ്ലെയർ കരഞ്ഞിരുന്നത്. അതെ, കരഞ്ഞിട്ടാണ് കഴിഞ്ഞത്. നേരെ മറിച്ച് കൽപ്പിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ഫൗളാണെങ്കിൽ
അല്ലെങ്കിൽ പിന്നെ അവനെ കരയാൻ അർഹതല്ല. അപ്പൊ ചില അമ്പയർമാര് പിന്നെ കുറച്ചൊക്കെ ഒരു മാനസിക പരിഗണന മത്സരത്തിന്റെ പ്രാധാന്യം കൂടി കണക്കാണ്. നേരെ കുറച്ച് അയാൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ചിത്രം മാറിയേനെ. അതും അഭിപ്രായമുണ്ട്. സ്വിറ്റ്സർലാൻഡ് അപ്പാരം ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സൗന്ദര്യ കളി കളിച്ച തോറ്റുപോയ ടീമിൽ ഒന്നാണ് സ്വിറ്റ്സർലാൻഡ്. അതിനൊരു സംശയം. കളി നമുക്ക് എടുത്ത് പറയാനുണ്ട്. ഹോളണ്ട് എന്ന് പറഞ്ഞൊരു മികച്ച താരത്തിന്റെ ഒരു ലോകകപ്പ് കൂടി ആയിരുന്നു ഇത്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ കളിയിലൂടെ അവസാനിച്ചെങ്കിലും അത് പിന്നെ ഹാളണ്ടിന്റെ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഹാളണ്ട് എന്ന് പറഞ്ഞ പ്ലെയർ സത്യം പറയണമെങ്കിൽ പിന്നെ ഗ്രൗണ്ടിലൊരു മറ്റ് പ്ലേയേഴ്സിനെ അപേക്ഷിച്ച് 15 മിനിറ്റ് കൂടി കളിക്കില്ല. കിട്ടിയ ബോൾ ഏറ്റവും നന്നായി ഫിനിഷ് ചെയ്യാൻ കഴിയുള്ള ഒരു പ്ലെയറാണ്. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ ഒരു ഹെഡാ ചെയ്തത്, അത് അപാര ഹെഡായിരുന്നു. അത് ഗോളായില്ല എന്ന് മാത്രം, അപാര ഹെഡായിരുന്നു. അങ്ങനെ പക്ഷേ അതെ ഹെഡ് ചെയ്തത്. നേരെ കുറിച്ച് എംബാപ്പെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകളും കളിക്കുക. എല്ലാ ഫോർവേഡും മെസ്സി ആയാലും റൊണാൾഡോ ആയാലും പക്ഷേ നമ്മുടെ തമാശ പറയുകയാണെങ്കിൽ തടി അളകാതെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഹാളണ്ട്. പക്ഷേ അദ്ദേഹം ഏറ്റവും ഡേഞ്ചർ പ്ലെയർ ആണെന്നാണ് ഇപ്പോൾ ഫിനിഷറാണ്. അതെ, അതായത് ഡിഫൻഡിന്റെ ഡേഞ്ചർ പ്ലെയർ ആണെന്നാണ് ഇപ്പോൾ പൊതുവെ അഭിപ്രായം പറയുന്നത്. പുള്ളിയുടെ ഒരു ഫുട്ബോളർക്ക് വേണ്ട രീതിയിലുള്ള കാലും പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്ന ഹൈറ്റ് തന്നെയാണ്. ഹെഡിങ് ബോൾ വന്നാൽ ഈ ഹാളണ്ട് എങ്ങനെയാണെന്നറിയോ, ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല. വളരെ കാമായിട്ട് കോയറ്റ. മറ്റുള്ള വിദ്വാന്മാരൊക്കെ എന്തെല്ലാം കാണിക്കും, ചാടിക്കളിച്ച് ആഹ്ലാദിച്ച് സ്റ്റേഡിയത്തിൽ പോയി ഉമ്മ വെച്ച് വരുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഹാളണ്ട് ഗോൾ അടിച്ചാലും ഗോൾ അടിച്ചില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂപ്പര അവിടെ സൈലന്റ് എന്താ നിൽക്കുക. അപ്പൊ അയാൾ പറയാണ്, ഞാൻ യോഗ ചെയ്യുന്ന ആളാന്നാ പറഞ്ഞത്. യോഗ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, ഞാൻ കൃഷിയാണ് എന്റെ പരിപാടി എന്നാ പറഞ്ഞു. ഞാൻ പശു വളർത്താൻ പോണ ആളാന്നാ പറഞ്ഞു. അപ്പൊ എനിക്കിതൊക്കെ മതിയെന്നാ മൂപ്പര് പറഞ്ഞ ഇന്റർവ്യൂല്, ഇപ്പൊ ലേറ്റസ്റ്റ് നടന്നൊരു ഇന്റർവ്യൂല്, ഞാൻ യോഗ ചെയ്യുന്നു, മാനസികമായി ഞാൻ വളരെ ആനന്ദത്തിലാണ് എന്നാ പറയുന്നത്. അച്ഛനും പ്ലെയർ ആയിരുന്നു, അതാ പറയുന്നത്. ഞാൻ കൊടുക്കാം. അപ്പോ ഈ ലോകകപ്പ് എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുക തന്നെയാണല്ലോ. അപ്പൊ ഇനിയിപ്പോ അവശേഷിക്കുന്ന നേരത്തെ പറഞ്ഞ മാതിരി 3-4 മത്സരം നമ്മള് ഇവ ഒരു പ്രവചനം നടത്താൻ കഴിയുമോ? ഫൈനലിൽ ആര് ഏറ്റുമുട്ടുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് അർജന്റീനയും ഫ്രാൻസും വരണം എന്നുള്ളതാണ്. ഫ്രാൻസും വരണം എന്നാണ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാൻ ടീം ഉണ്ടോ? അർജന്റീനയാണ് എൻ്റെ ഏത് കാലത്തെയും ഫാൻ ടീം. ഞാൻ അതൊരു അതിൻ്റെ ഒരു കാരണക്കാരൻ മറഡോണയാണ്. മറഡോണ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ അർജന്റീനയോടുള്ള ഒരു ഇത് വരുന്നത്. അതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് പെലെയും ബ്രസീലുമാണ് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത്. അപ്പൊ അർജന്റീന മെസ്സിയിലൂടെ ഒരു തവണ കൂടി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്താണ് ബഷീറുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം, കളിയുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പിന്നെ കളിയുടെ തൂക്കവും വെയിറ്റും പ്ലേയേഴ്സിന്റെ വാല്യൂവും കണക്കൂട്ടുമ്പോൾ ഫ്രാൻസാണ് ശക്തരാണ്. അതായത് ശാരീരികപരമായിട്ടും പിന്നെ പ്ലേയേഴ്സ് വാല്യൂ ഉണ്ടല്ലോ. പ്ലേയേഴ്സ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പിന്നെ എംബാപ്പ മാറിയ ഒരു ഡംബാല മാറിയ വേറൊരു പ്ലെയർ കൂടിയുണ്ട്. അത്ര നല്ലൊരു ഫോർവേഡിങ് പിന്നെ ഇപ്പൊ കളിക്കുന്ന ഈ 4 ടീമിലും ഇല്ല. ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിൽ കെയ്ൻ, ഹാരി കെയ്നെ മാത്രമേ പ്രധാനമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതേമാതിരി ഗോളടിച്ച ഇംഗ്ലണ്ടിന്റെ 2 പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സാണ്. അപ്പോൾ ടീം വെയിറ്റും പിന്നെ മറ്റും നോക്കുമ്പോൾ ഫ്രാൻസിനാണ് എൻ്റെ അഭിപ്രായം. വിജയുടെ എന്താ പറയാനുള്ളത്? അല്ല, എന്നെ സംബന്ധിച്ചിപ്പോൾ അർജന്റീന നല്ല ടീമാണ്. ഇപ്പോൾ മെസ്സി അല്ലാതെ തന്നെ ഗോളടി വയ്ക്കാൻ ഒരുപാട് അൽവാരസ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ സുന്ദരമായ മനോഹരമായ ഗോളുകൾ നേടുന്ന ആളുകളുണ്ട്. അർജന്റീന അതിനൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇംഗ്ലണ്ടും അർജന്റീനയിലും തമ്മിലുള്ള കളിയിൽ വളരെ ശക്തിയായ തീവാർന്ന കളിയായിരിക്കും. അതിൽ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ കളിക്കുന്നത് തീർച്ചയാണ്. ഫ്രാൻസ് നേരത്തെ ബഷീർക്ക പറഞ്ഞ പോലെ ഫ്രാൻസിനോട് ഈ തുല്യ ശക്തികൾക്ക് എല്ലാവരും കേരളത്തിലെ എല്ലാവരും പിന്നെ ഫേവറബിൾ ആണ്. എല്ലാവരും അവരുടെ ഡിവോട്ടീസാണ്, ഫോളോവേഴ്സാണ്. പക്ഷെ എന്നിരുന്നാലും വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത് ഇംഗ്ലണ്ടിനോടാണ്. കാര്യം എന്താ വെച്ചാൽ അവരുടെ അവരുടെ ഒരു രീതി, ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് പൊതുവെ ഇംഗ്ലീഷുകാർക്കുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പലരും കളിക്കളത്തിൽ അങ്ങനെ അസഭ്യ വർഷങ്ങളൊന്നും പറയാറ് ഞാൻ കാണാറില്ല. ഇംഗ്ലണ്ടിന്റെ ഒരു രീതി അത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കളിക്കാരുടെ ഒരു
പിന്നെ രീതിശാസ്ത്രം വെച്ചിട്ട് അവരുടെ ഒരു ബിഹേവിയർ അപ്രോച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് വളരെ മാന്യമായി സഭ്യമായ രീതിയിൽ ഈ കപ്പ് നേടാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കിളിയൻ എംബാപ്പെ അങ്ങേപ്പുറത്ത് നിൽക്കുന്നുണ്ട്, സ്പെയിൻ നിൽക്കുന്നുണ്ട്. ഇവരൊന്നും തള്ളി പറയല്ല, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും നേടാൻ ഈ 4 കളിക്കാരും നേടാൻ, 4 ടീമുകളും നേടാൻ സർവ്വതാ യോഗ്യരാണ്. ഇപ്പോൾ ഈ ലോകകപ്പിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു ദുഃഖമുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാധിക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഒരു ദേശീയ ഗാനം അവിടെ ഇതുവരെ മുഴങ്ങിയിട്ടില്ല. നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണത്. കാരണം നമ്മൾ ഒക്കെ വിചാരിച്ച് നമ്മളൊക്കെ വലുതാകുമ്പോഴേക്കും ഇന്ത്യ കളിക്കുന്നു. പക്ഷെ അതുണ്ടായാലും ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ വലുതാകുമ്പോഴേക്കും ഇന്ത്യ കളിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ വേൾഡ് കപ്പിലേക്കും ഇന്ത്യ കളിക്കാൻ വല്ല സാധ്യതയും നിങ്ങളൊക്കെ കാണുന്നുണ്ടോ? കാര്യം ഇപ്പോൾ ഇത്രയും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വീണ്ടും 12 ടീമോളം പുതിയ ടീമുകൾ, എത്ര 16 ടീമോളം ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നൊരു ടീം വരാൻ ഈ 140 കോടി ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു ടീം ഉണ്ടാക്കൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഏത് ചെറിയ വില്ലേജുകളിൽ പോലും നല്ല കളിക്കാരുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയിലുണ്ട്. വളർത്തിയെടുക്കണ ഒരു ടീമിനെ ഉണ്ടാക്കി ഒരു വേൾഡ് കപ്പിലേക്ക് എത്തിക്കൽ അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. അതെ, പിന്നെ ഇന്ത്യ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അടുത്ത ലോകകപ്പിലും എത്തില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ത്യയുടെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. കാരണം നമ്മൾ ക്വാളിഫൈ കളിക്കുക ഒന്ന് കൊറിയ, ദക്ഷിണ കൊറിയ, അല്ലെങ്കിൽ ജപ്പാൻ, അല്ലെങ്കിൽ സൗദി അറേബ്യ, അല്ലെങ്കിൽ ഖത്തർ. ഇവരൊക്കെ മികച്ച ടീമുകളാണ്. ഇവരുടെ നിന്ന് ജയിച്ചിട്ട് വേണം നമുക്കങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ നമ്മളെ ഏഷ്യൻ ടീം പറഞ്ഞ പ്രാവശ്യം തന്നെ നഷ്ടപ്പെട്ട ജപ്പാനും കൊറിയയും നഷ്ടപ്പെട്ട് നമുക്ക് ഏഷ്യൻ കൺട്രിക്ക് വളരെ ഇന്ത്യക്കും ക്വാളിഫൈ ചെയ്യാൻ ഈ ഖത്തറുമായിട്ടുള്ള അതെ. പക്ഷേ പോയിന്റ് അടിസ്ഥാനത്തിൽ വീണ്ടും മത്സരമുണ്ട്. അതെ, ഇതിന്ന് രക്ഷപ്പെട്ടു പോരാൻ മത്സരമുണ്ട്. ശ്രമകരാണ്. കാരണം അതിന് ഇന്ന് നമ്മൾ ലോകത്ത് ക്രിക്കറ്റിൽ നമ്മൾ ഏറ്റവും കേവന്മാരാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇത്ര രാജ്യങ്ങളില്ല. പക്ഷേ ഫുട്ബോളിന്റെ ഏറ്റവും പ്രശ്നം കിടക്കുന്നത് ക്വാളിഫൈ മത്സരത്തിൽ നമുക്ക് വരുന്ന ടീമുകൾ അതിശക്തരാണ്. അത് കവർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കണക്കിൽ, കാരണം ഇപ്പൊ തുടങ്ങണം. അതാണ് കവർ ചെയ്യാൻ പറ്റാത്ത അത് കവർ ചെയ്താൽ മാത്രമേ അതിനൊരു ഭാവി താരങ്ങൾ അതിനുള്ള ഭാവി താരങ്ങൾ ഇപ്പോ ഇന്ത്യയില് വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് നമ്മുടെ സർക്കാരും കൂടി വിചാരിച്ചാൽ ഇന്ത്യക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് നല്ല സപ്പോർട്ട് വേണം. ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫുട്ബോൾ പോലെ ഒരു ലോക വേദിയിൽ ഒരു അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അതാണ് നമ്മുടെ ക്വാളിഫൈ മത്സരങ്ങളിലെ ടീമുകളാണ്. നേരത്തെ പ്രദീപ് പട്ടാമി പറഞ്ഞ പോലെ തന്നെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഫുട്ബോളിൽ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം നടക്കുന്നത്. ഇപ്പോൾ ക്ലബ്ബുകളൊക്കെ സജീവമാണ്, വളരെ സജീവമായി നടക്കുന്നത്. ഇന്ത്യയിലെല്ലാം ആകമാനം ഈ പശ്ചിമ രാഷ്ട്ര വെസ്റ്റേൺ കൺട്രീസിനെ കണ്ടിട്ട് ഒരു വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിലുള്ള നമ്മുടെ ഇന്ത്യയിലെ കളിക്കാർ അവിടെ എത്തുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലെ ഗവൺമെൻറ്റുകളൊക്കെ വളരെ നല്ല പ്രോത്സാഹനം നൽകിയ ഒരു പക്ഷേ എത്താൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന 4 ഇയർ ആഫ്റ്റർ 4 ഇയർ 4 വർഷത്തിന് ശേഷം നടക്കുന്ന വേൾഡ് കപ്പിൽ ആയിക്കോളണമെന്നില്ല. ബഷീർക്ക് പറഞ്ഞ പോലെ ചിലപ്പോൾ സംഭവ്യമാണ്. അതെന്തായാലും ഇന്ത്യ കളിക്കുന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ നേരത്തെ പ്രദീപനെ പറഞ്ഞ പോലെ പ്രദീപിന്റെ കുട്ടികൾ അല്ലെങ്കിൽ പ്രതിഭയുടെ കുട്ടികൾ ആരായാലും കാണും. ഇന്ത്യ രാജ്യം എന്തായാലും കളിക്കും. ഭാരത ലോകകപ്പ് കളിക്കുന്ന ഒരു നാൾ വരും. അല്ല, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത് ഭാരതം ഒരു നാൾ ഈ ലോകകപ്പ് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതാണ് എനിക്കും ഇവിടെ നമുക്കൊക്കെ ഉള്ളത്. സൈഫൊക്കെ പലപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും അല്ലേ പറയാറുണ്ട്. 64 ടീമാണ് വർദ്ധിക്കും. അതിൽ നമ്മൾ 11 അതെ. ഇപ്പൊ ജപ്പാനൊക്കെ നല്ല കളിയാണ്. അതാണ് ഇപ്പൊ നേരത്തെ ഈ ക്വാളിഫൈയിങ് മത്സരങ്ങളിലൊക്കെ ഇപ്പൊ ഖത്തർ ആയാലും മറ്റ് ഏഷ്യയിലെ കൺട്രീസ് ആയാലും അവർ ഇതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത്തരം ഒരു ശ്രമം ഉണ്ടാകും. നമ്മൾ ഈ ലോകകപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചിലപ്പോൾ അടുത്ത 4 വർഷം കഴിയുമ്പോഴാവും നമ്മളെ ഇത് ഒരു കോർഡിനേഷനും ഒരു ചർച്ചയും വരും. അതല്ല വേണ്ടത് ഇതിന്. അത് ശരിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സ്പോർട്സ് മന്ത്രാലയം, കായിക മന്ത്രാലയം
വളരെ ശക്തമായി ഇടപെട്ടാൽ നമ്മളെ അതെ 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 ഖത്തർ എന്ന രാജ്യം ലോകകപ്പ് നടത്താൻ വേണ്ടി അവരെടുത്ത എഫർട്ട് നമുക്കറിയാം. അവർ ടീമിന് ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ അവസരം കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്. അതെ അതെ, അതിന് അവരുടെ ഒരു സംവിധാനം വേറെയാണ്, നമ്മൾ അതുപോലെ ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റിന് ഉഗ്രൻ ജൂനിയർ ടീമാണ്, അതെ 2020 ടീമാണ്, വേൾഡ് കപ്പ് ടീമാണ്, അതേമാതിരി ഭാവിയിൽക്കും നല്ല നല്ല ടീമാണ്. അല്ല, ജൂനിയറിലും ഏറ്റവും നല്ല ടീമാണ്. സബ് ജൂനിയർ അവിടുന്നാണ് ഈ കയറി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കണ്ടതിൽ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, ഒരൊറ്റ സ്റ്റേഡിയം ഇല്ലാന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനർവ അക്കാദമി ഒരു യൂറോപ്പിൽ പോയി കുട്ടികളുടെ ഒരു കപ്പ് നേടിക്കൊണ്ടു. അത് അദ്ദേഹം കോച്ച് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല, ഒന്നുപോലും ഇല്ല. അതെ, ലോകോത്തര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അത്രയുള്ള ഒരു കാലിബറുള്ള ആളുകൾ വന്നിട്ടില്ല എന്ന് ഭരണകൂടം മനസ്സിലാക്കാന്ന് തോന്നുന്നു. പക്ഷെ അത് ഉണ്ടാവാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഫുട്ബോളിൽ ശക്തി തന്നെയായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഒളിമ്പിക്സിൽ ശക്തമായിരുന്നു. അല്ല, അതുണ്ട്. ഈ പെല ഉൾപ്പെടെയുള്ള ആളുകൾ കൊൽക്കത്തയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അതെ, ഗവൺമെന്റ് സെക്ടറിൽ തീരുമാനം എടുത്ത് വലിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കി. സ്റ്റേഡിയം ഉണ്ടാക്കലല്ലോ പ്രധാനപ്പെട്ട ഒരു ജോലി. ഞാൻ പറയട്ടെ, തുടക്കക്കാരനല്ലേ കൊൽക്കത്ത. അല്ല പ്രദീപേ, സ്റ്റേഡിയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. പക്ഷെ എന്നിരുന്നാലും കളിക്കാനെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനം വേണ്ടത്. കളിക്കാർ, ചെറിയ കുട്ടികൾ മുതൽ തുടങ്ങണം. ഇപ്പൊ സായി അക്കാഡമി അല്ലേ, സായി അക്കാഡമി, സ്പോർട്സ് അക്കാഡമിയാ, ഓട്ടം ചാട്ടം, അതുപോലെ ഫുട്ബോൾ കളിക്കാനുള്ള ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിനും കൊൽക്കത്തയ്ക്കും അപ്പുറം ഫുട്ബോൾ എത്രത്തോളം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ലോ, അത് ഒരു കക്ഷി ഒരു പക്ഷേ സാധ്യത ഉണ്ട്. ഫുട്ബോൾ എല്ലാവർക്കും ഹരാട്ടോ, ഫുട്ബോൾ ഞാനിപ്പോ പിന്നെ അടുത്ത് ബോംബെയിലൊന്നും നമ്മളെ ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം പോലും ഇല്ല. വേൾഡ് കപ്പിനെ പറ്റിയിട്ട് ഒരു പരസ്യം പോലും ഇല്ല നമ്മുടെ കേരളത്തിലോ. അതാണ് പറയുന്നത്. എന്തായാലും ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രതീക്ഷ അർപ്പിക്കാം അല്ലേ. ഈ കാണുന്ന കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്ത് കളിക്കാരെ വളർത്തിയെടുത്ത് നല്ല നിലയിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു ടീമിനെ വാർത്തെടുക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ ലോകകപ്പ് നേടുക എന്നതിനേക്കാൾ ഉപരി ലോകകപ്പ് ഒന്ന് കളിക്കുക എന്നതാണ് നമ്മളാണ് ഏറ്റവും വലിയ സ്വപ്നമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് ഖത്തറിന് വേണ്ടി കളിക്കാൻ പോകുന്നു. പക്ഷേ കളിക്കാൻ അവസരം കിട്ടിയില്ല. അപ്പൊ അതൊരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇത്രയും 140 കോടി ജനങ്ങളുള്ള ഒരുത്തൻ ഒരു അല്ല, ഈ ഫ്രാൻസിന് മറ്റു രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി കളിക്കുന്നപ്പോ എംബാപ്പെ പോലുള്ള ആളുകൾ മറ്റൊരു രാജ്യത്തിന്റെ പേര് അത്തരം ഒരു സാധ്യത കൂടി ഇന്ത്യ പരിശോധിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് കോങ്കോയ്ക്ക് വേണ്ടിയിട്ട് മുത്തുസ്വാമി അങ്ങനെ ഒരു കളിക്കാരൻ കളിച്ചിരുന്നു. ഇന്ത്യൻ വംശജരായ ആരോളം താരങ്ങൾ ഇത്തവണ കളിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്കും ഇത്തരം പുറത്തുനിന്നുള്ള താരങ്ങളെ നമ്മൾ കണ്ടെത്തി ഇന്ത്യൻ വംശജരായ താരങ്ങളെ ഇന്ത്യയിലേക്ക് എത്തിച്ച് ലോകകപ്പിൽ പങ്കെടുക്കാൻ സാധ്യത വഴി തുറക്കണം. അങ്ങനെയൊക്കെ വേണ്ടി വരും. പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒളിമ്പിക്സിനടക്കം അങ്ങനെ കിരീടം നേടാൻ വേണ്ടി ഖത്തർ ഉൾപ്പെടെയുള്ള പിന്നെ സൗദി അറേബ്യക്ക് ഇപ്പൊ ഒരു കർത്തവ്യക്കാരന് അവർ ഐഡന്റിറ്റി കൊടുക്കണം. അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഫ്രാൻസിലൊക്കെ പ്ലേയേഴ്സ് അങ്ങനെ തന്നെ പൗരത്വം കൊടുക്കുകയാണ്. അത് അതെ, അത് തദ്ദേശ ജനത ഉയർന്നു വരട്ടെ എന്നാവും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും കളിച്ച് ഉയരട്ടെ എന്നാവും. വേറെ ആളുകളെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കളിപ്പിക്കാൻ ചെയ്യുന്നില്ല. എന്തായാലും ഇന്ത്യന്റെ ഒരു ദേശീയ ഗാനം ഒന്ന് പിന്നെ അടുത്ത ലോകകപ്പിനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ലോകകപ്പിനോ 2034 സൗദി അറേബ്യയിൽ നടക്കുന്ന ലോകകപ്പില് ഏഷ്യന്ന് ഇന്ത്യന്റെ ഒരു ദേശീയ ഗാനം അവിടെ മുഴങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി നമുക്ക് ചർച്ച. എന്തായാലും അപ്പോൾ ലോകകപ്പ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫൈനൽ ആര് കപ്പെടുത്താലും നമുക്ക് നമ്മുടെ രാജ്യം അവിടെ കളിക്കുന്നത് കാണാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ബ്രസീലായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്താണല്ലോ, അത് നമ്മൾ പോസ്റ്റ് ചെയ്താണല്ലോ. അല്ല, കളി നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണല്ലോ കാര്യം എടുക്കേണ്ടത്. നമ്മൾ തോറ്റത് കൊണ്ട് ബ്രസീൽ മാറാനോ നിൽക്കുന്നില്ല. കളി എനിക്ക് ഫുട്ബോളിനോടാണ് ഇഷ്ടം. ഫുട്ബോൾ കാണുക, ആസ്വദിക്കുക, അതിന്റെ ഭംഗിയാണ്. അതാ പറയാം, നമുക്ക് ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. നമ്മളിപ്പോൾ നമ്മുടെ ടീം പോയി എന്നത് വെച്ചുകൊണ്ട് ഫുട്ബോളിന്റെ സൗന്ദര്യം ഫുട്ബോളിനെ ആകപ്പാടെ വിമർശിക്കാൻ പാടില്ല. എല്ലാ കളിക്കാരും നല്ല കളിക്കാരനാണ്. ഈ മെസ്സിയെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. ഏറ്റവും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് മെസ്സി.
അതൊന്നും നമുക്ക് തള്ളി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അയാളെ കാലിമ്മലെ പിന്നെ ഫാസ്റ്റൊക്കെ വളരെ ഇങ്ങനൊരു പ്ലെയറെ അടുത്തൊന്നുമില്ല. അയാളെ അടി ഓരോ ബോളിനും അയാൾ അടിക്കണ പിന്നെ ബോളുകൾ മിസ്സാവാതെ പോസ്റ്റ് പോകും. പെനാൾട്ടി പോസ്റ്റിന് പുറത്തുള്ള അദ്ദേഹത്തിന്റെ ആ ഗ്യാപ്പ് കണ്ടെത്തിയുള്ള അടി. അത്ര അതിഗംഭീര പ്ലെയറാണ് മെസ്സി. ഒരിക്കലും മെസ്സിയുമായൊരു പ്ലെയർ ഇപ്പോൾ ഈ ലോകകപ്പിൽ കളിക്കുന്നില്ല. കാരണം അയാളെ പിന്നെ റണ്ണിങ്, എത്ര വയസ്സായുള്ള റണ്ണിങ്ങൊക്കെ അപാര റണ്ണിങ്ങാണ്. പിന്നെ അയാൾക്ക് കിട്ടുന്ന ബോൾ ഫിനിഷ് ചെയ്യൽ ഒരു വളരെ പക്വതയാർന്ന ഫിനിഷിങ്ങാണ്. ഷാർപ്പ് ഷൂട്ടറാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള നല്ല ഒരു പ്ലെയറാണ്. ഒരു പിന്നെ അലഭ്യ വർത്തമാനങ്ങളൊന്നും സംസാരിക്കാതെ ഗ്രൗണ്ടിൽ സൈലൻ്റ് ആണ് ആൾ. എല്ലാം കൊണ്ടും ജനങ്ങൾ അയാളൊപ്പം ആരാധകർ വർദ്ധിക്കാൻ കാരണം അയാളെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അയാളെ കളി കണ്ടിട്ട് തന്നെയാണ് സംശയം. അപ്പോൾ എന്തായാലും ലോകം ആസ്വദിച്ച ഒരു വേൾഡ് കപ്പ് തന്നെയാണ് ഇത് കുടിയിറങ്ങാൻ പോകുന്നത്. 48 രാജ്യങ്ങൾ പങ്കെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ലോകകപ്പ് ഇത്തവണ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ്. ഫൈനലിൽ ആര് മത്സരിച്ചാലും മത്സരം ആസ്വദിക്കുക, അതുതന്നെയാണ് ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമുക്കും നമ്മുടെ രാജ്യവും ലോകകപ്പിൽ ഒരു നാൾ വരും എന്ന പ്രതീക്ഷയോടെ തന്നെ ഈ ചർച്ച അവസാനിക്കാൻ ഈ പങ്കെടുത്ത 3 പേർക്കും നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.